بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സല്ലൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഗ്രിബ്. ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. ഫറജഅ മൻ റജഅ, അതിൽ നിസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകാനുള്ള ആളുകൾ മടങ്ങിപ്പോയി. വഅഖബ മൻ അഖബ, മടങ്ങിപ്പോകാതെ പള്ളിയിൽ തന്നെ ഇരിക്കേണ്ട ആളുകൾ അവിടെ തന്നെ ഇരുന്നു. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്രിഅൻ ഖദ് ഹഫസഹു അൻ-നഫ്സു വഖദ് ഹസറ അൻ റുക്ബതൈഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ബേജാറോടുകൂടി കടന്നു വന്നുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു. അവിടുന്ന് വന്ന ആ ഒരു ധൃതി കാരണം വസ്ത്രം പൊക്കിപ്പിടിച്ച് അവിടുത്തെ മുട്ട് വെളിമായിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക. മഗ്രിബിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക. ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാഇ യുബാഹി ബികുമുൽ മലായിക. നിങ്ങളുടെ റബ്ബ് ദാ ആകാശത്ത് നിന്ന് ഒരു വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങളെക്കൊണ്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊങ്ങച്ചം പറയുകയാണ്. നിങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പുകഴ്ത്തി പറയുകയാണ്. എന്താണ് പറയുന്നത്? ഉൻദുറു ഇലാ ഇബാദി, നിങ്ങൾ എൻ്റെ അടിമകളിലേക്ക് നോക്കൂ മലക്കുകളെ. ഖദ് ഖദൗ ഫരീദതൻ വഹും യൻതസിറൂന ഉഖ്റ, അവർ ഒരു ഫർള് നിസ്കരിച്ച് ഒരു ഫർള് നിറവേറ്റി മറ്റൊരു ഫർളിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഹദീസിൽ മഗ്രിബിന് ശേഷം പള്ളിയിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനു വേണ്ടി ദുആ ദിക്റുകളുമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ മാറിയിരിക്കുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠതയാണിത്. മറ്റൊരു നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠതയാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടല്ല. ദുആഉം ദിക്റും ഖുർആൻ പാരായണവും പഠനവുമായി മറ്റൊരു കാര്യത്തിനെ മറ്റൊരു ഫർദിനെ കാത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സല്ലൈതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഗ്രിബ്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ മഗ്രിബ് നിസ്കരിച്ചു. ഫലമ്മാ ഖദ സ്വലാത ഖാമ യുസല്ലി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യസൽ യുസല്ലി ഹത്താ സല്ലൽ ഇശാ സുമ്മ ഖറജ. അങ്ങനെ ഇശാ നിസ്കാരമാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടേയിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി. ഈ ഹദീസിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിന് ശേഷം ഇശാ വരെ പള്ളിയിൽ ഇബാദത്തുമായി കഴിച്ചുകൂട്ടി എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിനെ കാത്തിരിക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ സല്ല ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ ദാമ ഫീ മുസല്ലാഹു. ഒരുവൻ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരം നിർവഹിച്ച മുസല്ലയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ മലായികത്തുകൾ അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുവേ ഇവനെ നീ പുകഴ്ത്തണമേ, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇവനെ നീ കാരുണ്യം ചെയ്യണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും.
വലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മൻ തദറ സ്വലാ. അടുത്തൊരു ശ്രദ്ധ, ഒരാൾ അടുത്തൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നിടത്തോളം അവൻ നിസ്കാരത്തിലാണ് എന്നാ പറഞ്ഞത്. ഒരു നിസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മൾ മഗ്രിബ് നിസ്കരിച്ച് ഇശാഇന് കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ സമയം അത്രയും നമ്മൾ നിസ്കാരത്തിലായിരിക്കുന്നത് പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ്. വളരെ കുറഞ്ഞ സമയമാണ് ഇപ്പോൾ മഗ്രിബിനും ഇശാഇനും ഇടയിലുള്ളത്. ആ ഒരു സമയത്ത് അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് പള്ളിയിലിരിക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള സദസ്സുകൾ, ഇൽമിന്റെ സദസ്സുകൾ അള്ളാഹുവിനുള്ള ദിക്റാണ്. തബഈങ്ങളിൽപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, മജ്ലിസുൻ യതഅല്ലമു ഫീഹി അൽ അബ്ദു അൽ ഹലാല വൽ ഹറാമ മിൻ ദിക്രില്ലാഹ്. ഒരു മനുഷ്യൻ ദീനിന്റെ വിധിവിലക്കുകൾ, ഹലാൽ ഹറാമുകൾ പഠിക്കുന്ന സദസ്സുകൾ ദിക്റുള്ളയാണ് എന്നാൽ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ ചടഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അള്ളാഹു അതിന്റെ പേരിൽ സന്തോഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മാ തവത്തന റജുലുൻ മുസ്ലിമുൻ അൽ മസാജിദ ലിസ്സലാത്തി വദ്ദിക്ർ. ദിക്റിനും നിസ്കാരത്തിനും വേണ്ടി ഒരു മുസ്ലിം ഒരു മസ്ജിദിൽ ഒഴിഞ്ഞിരിക്കുകയാണ് എങ്കിൽ ഇല്ലാ തബശ്ബശല്ലാഹു ലഹു, അള്ളാഹു അവന്റെ കാര്യത്തിൽ സന്തോഷിക്കാതിരിക്കുകയില്ല. എങ്ങനെയാണ് അള്ളാഹു സന്തോഷിക്കാന്നറിയോ? കമാ യതബശ്ബശു അഹ്ലുൽ ഗായിബി ബിഗായിബിഹിം ഇദാ ഖദിമ അലൈഹിം. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു, ഒരുപാട് കാലമായിട്ട് തിരിച്ചു വരികയാണ് അയാൾ, കുറെ കാലങ്ങൾക്ക് ശേഷം. അയാൾ തിരിച്ചു വരുമ്പോൾ ആ വീട്ടുകാർ എത്രത്തോളം സന്തോഷിക്കും, അതുപോലെ അള്ളാഹു മസ്ജിദിൽ ഒഴിഞ്ഞിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ സന്തോഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ് പള്ളിയിൽ ഇത്തരം സമയങ്ങളിൽ ചെലവഴിക്കുക എന്നുള്ളത്. ആ ഒരു നിയ്യത്ത് നമ്മൾ മനസ്സിലുണ്ടാകുന്നതിന് വേണ്ടിയാണ് ആമുഖമായി ഈ ഒരു ഫദ്ല് ഓർമ്മപ്പെടുത്തിയ അള്ളാഹു. ഈ പറഞ്ഞ ഫദ്ല് അത് നമുക്ക് ഓരോരുത്തർക്കും കരസ്ഥമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇഖ്ലാസിനെ പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള സ്ഥാനമുള്ള ആളുകളാണ് സ്വഹാബികൾ. സ്വഹാബികളുടെ ശ്രേഷ്ഠതകൾ അത് ഒരുപാടുണ്ട്. അവരാണ് ഈ ഇസ്ലാമിനെ ആദ്യമായി പുൽകിയവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അള്ളാഹുവിന്റെ വഹി നേരിട്ട് കേട്ട ആളുകളാണ് അവർ. ഈ ദീനിനെ സ്വീകരിക്കാൻ ആരാരുമില്ലാത്ത കാലത്ത് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് അതൊന്നും വില വെക്കാതെ ഈ ദീനിനെ സ്വീകരിച്ച ആളുകളാണ് സ്വഹാബികൾ. അവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന സ്വഹാബികൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാനോടുകൂടി അവരെ പിൻപറ്റിയ ആളുകൾ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അവർക്ക് സാക്ഷ്യം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞതായി കാണാം, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബികളെ ചീത്ത പറയരുത്, സ്വഹാബികളെ കുറ്റം പറയാൻ പാടില്ല. എന്താണ് കാരണം? ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ ദാലിക മുദ്ദ അഹദിഹിം വലാ നസീഫഹു. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉഹദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും സ്വഹാബികൾ ചെലവഴിച്ച ഒരു കൈക്കുമ്പിളിന്റെ അത്രയോ അതിന്റെ പകുതിയോ എത്തുകയില്ല. ഈ ഹദീസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവസാന കാലക്കാരായ സ്വഹാബികളോടാണ്. അവസാന കാലക്കാരായ സ്വഹാബികളോട് ആദ്യകാലക്കാരായ സ്വഹാബികളെ കുറിച്ച് പറയാണ്, നിങ്ങൾ എൻ്റെ ആദ്യകാലക്കാരായ സ്വഹാബികളെ ചീത്ത വിളിക്കരുത്. നിങ്ങൾ
അവസാന കാലക്കാരായ സ്വഹാബികളോട് പറയണം, നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ആദ്യകാലക്കാരിൽപ്പെട്ട സ്വഹാബികൾ ചെലവഴിച്ച ഒരു കൈക്കുമ്പോഴും അതിൻ്റെ പകുതി എത്തൂല. അപ്പൊ നമ്മളും സ്വഹാബികളും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാകും? സ്വഹാബികൾക്കിടയിൽ ഈ ഒരു ഏറ്റവും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളും സ്വഹാബികളും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് സ്വഹാബികൾ. അതുകൊണ്ട് സ്വഹാബികളെ കുറിച്ച് മോശം വിചാരിക്കാനോ അതുപോലെ തന്നെ അവരെക്കുറിച്ച് വെറുപ്പ് മനസ്സിൽ വെക്കുവാനോ അവരെക്കുറിച്ച് മോശം പറയുവാനോ നമുക്ക് പാടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവനിൽ കുഫ്റുണ്ട് എന്നതിൻ്റെ അടയാളമാണത്. ഒരു മുഅ്മിനിൽ അതുണ്ടാവുകയില്ല. ഇനി ആരാണ് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാണ് സ്വഹാബികൾ? പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കൂടിക്കാഴ്ച നടത്തുകയും അവിടുത്തെ കണ്ടുമുട്ടുകയും ആ ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്ത എല്ലാവരും സ്വഹാബികളാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ ശ്രേഷ്ഠതകളെല്ലാം ഈ പറഞ്ഞ പരിധിയിൽപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഒരു സഹാബത്തിനെയും മോശമായി നമ്മുടെ മനസ്സിൽ ഒരു വെറുപ്പും ഉണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അസ്ഹാബി അമനതുൽ ലി ഉമ്മത്തി. എൻ്റെ സഹാബികൾ എൻ്റെ ഉമ്മത്തിന്റെ കാവലാളുകളാണ്, എൻ്റെ ഉമ്മത്തിനുള്ള ഒരു കാവലാണ്, സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സഹാബികൾ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണോ അത് സംഭവിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. എല്ലാ സ്വഹാബിമാരെയും സ്നേഹിക്കാൻ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇമാം അത്ത്വഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അഖീദത്തു ത്വഹാവിയ്യ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയണം, ഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ. സ്വഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത് ദീനാണ്, അത് ഈമാനിൽപ്പെട്ട കാര്യമാണ്, അത് ഇഹ്സാനാണ്. വബുഗ്ദുഹും കുഫ്റുൻ വ നിഫാഖുൻ വ തുഗ്യാൻ. അവരെ വെറുക്കുക എന്നുള്ളത് കുഫറാണ്, അത് നിഫാഖാണ്, അത് അക്രമമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുൽ ലാമിയ്യയിൽ പറഞ്ഞു, ഹുബ്ബു സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബുൻ. എല്ലാ സ്വഹാബികളെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട്. വലികുല്ലിഹിം ഖദ്റുൻ അലാ വ ഫദായിലു, എല്ലാ സ്വഹാബിമാർക്കും ശ്രേഷ്ഠതയും പദവികളുമുണ്ട് എന്ന് അദ്ദേഹം അഖീദ വിവരിക്കുമ്പോൾ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. സ്വഹാബികളെ സ്നേഹിക്കണം. സ്വഹാബിമാര് പറഞ്ഞതായി കാണാം, കുന്നാ നുഅല്ലിമു അസ്സബിയാൻ ഹുബ്ബ അബീ ബക്രിൻ വ ഉമറ കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് അബൂബക്കറിനോടും ഉമറിനോടും റളിയല്ലാഹു അൻഹും അവരോടുള്ള സ്നേഹം ഞങ്ങൾ പഠിപ്പിക്കുമായിരുന്നു എന്നാണ്. സ്വഹാബികൾ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വഹാബികൾ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? ആ സ്വഹാബികളെ സ്നേഹിക്കുന്നതിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ സ്വഹാബികൾ ചരിത്രം നമ്മൾ പഠിക്കണം, അത് വായിക്കണം, അത് കേൾക്കണം, മനസ്സിലാക്കണം. അങ്ങനെയാണ് എങ്കിൽ സ്വഹാബികളോടുള്ള സ്നേഹം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. മാത്രമല്ല, സ്വഹാബികൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈമാൻ വർദ്ധിക്കും, ഈമാനിൽ വലിയ വർധനവുണ്ടാകും. ഈ ദീൻ എങ്ങനെയാണ് അവർ പാലിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബികളുടെ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് ഫവായിദുകൾ, ഉപകാരങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഫിത്തനകൾ വരുമ്പോൾ നമ്മൾ ഇടപെടേണ്ടത്, ഫിത്തനകൾ അതെങ്ങനെയാണ് സമൂഹത്തിൽ ഉടലെടുക്കുക, ഫിത്തനക്കാരായ ആളുകളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അങ്ങനെ ഫിത്തനക്കാരായ ആളുകളോട് എങ്ങനെയാണ് സ്വഹാബികൾ പെരുമാറിയത്, എന്തൊക്കെയാണ് ഫിത്തനയുടെ ലക്ഷ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സ്വഹാബികൾ ചരിത്രത്തിൽ നമുക്ക് ഗുണപാഠമായി ഉണ്ട് എന്നുള്ളതാണ്. ആ സ്വഹാബിമാരിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന്
ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ദർസിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളുടെ ഭർത്താവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ ദുന്നൂറൈൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ദുന്നൂറൈൻ, 2 പ്രകാശമുള്ളയാൾ, 2 പ്രകാശമുള്ളയാൾ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് വിളിപ്പേര് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിമാരിൽ പ്രമുഖനായ സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. തുടക്കകാലങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കാരണത്താലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. ജാഹിലിയത്തിലെ തിന്മകളോട് അങ്ങേയറ്റം അതൃപ്തി, വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒരുപാട് നല്ല സ്വഭാവങ്ങൾ, ഗുണമേന്മകൾ അദ്ദേഹത്തിന് ജാഹിലിയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വിഗ്രഹാരാധന അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ ഒരുപാട് നല്ല സ്വഭാവമുള്ള ആളായത് കൊണ്ട് തന്നെ സമൂഹത്തിൽ നിലയും വിലയും ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യയും റളിയല്ലാഹു അൻഹ ഇസ്ലാമിന്റെ ആദ്യത്തെ ഹിജറയായ ഹബശയിലേക്കുള്ള ഹിജറയിൽ അവർ പങ്കാളികളായിട്ടുണ്ട്. പിന്നീട് ഖുറൈശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത അറിയുകയും സന്തോഷത്തോടു കൂടി മക്കയിലേക്ക് തിരിച്ചു വരികയും കേട്ട വാർത്ത അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും വീണ്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയും പിന്നീട് മദീനയിലേക്ക് അദ്ദേഹം റുഖയ്യ റളിയല്ലാഹു അൻഹയുമായി ഹിജറ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട 2 ഹിജറയിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അബു അംർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു അബിൽ ആസ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദി ശംസ് ഇബ്നു അബ്ദി മനാഫ്. അബ്ദു മനാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെയും കുടുംബം അവിടെ യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയിലൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൻ കൂടിയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ആമുൽ ഫീലിലാണ്, ആനക്കലഹ വർഷമാണ് അല്ലേ. ആനക്കലഹ വർഷത്തിന് ശേഷം 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനിക്കുന്നത്. റുഖയ്യ റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരിക്കെയാണ് എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയ്യ റളിയല്ലാഹു അൻഹയെ പരിചരിക്കുന്നതിന് വേണ്ടി മദീനയിൽ തന്നെ നിൽക്കാൻ പറയുകയും അതുമൂലം തന്നെ ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലമുണ്ട് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിട്ടുണ്ട്. റുഖയ്യ റളിയല്ലാഹു അൻഹക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ മകളായ ഉമ്മു കുൽസൂമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തു. അവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരിക്കെ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചില ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന ലി ബിൻതുൻ സാലിസ, ലൗ അന്ന ലി ബിൻതൻ സാലിസ, എനിക്കൊരു മൂന്നാമതൊരു മകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നു എങ്കിൽ
ലസവ്വജ്തുക ഇയ്യാഹ, അവളെ നിനക്ക് ഞാൻ ഉസ്മാൻ കല്യാണം കഴിച്ചു തരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്. 10 ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യക്തിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സഅദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അബൂബക്രിൻ ഫിൽ ജന്ന, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്, വഉമറു ഫിൽ ജന്ന, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്, വഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സഅദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മൾ പറഞ്ഞു, ജാഹിലിയ്യത്തിൽ തന്നെ ഒരുപാട് സ്വഭാവ മഹിമകളുള്ള ആളായിരുന്നു അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹത്തിന്റെ മരണസന്ദർഭത്തിൽ അദ്ദേഹത്തിനെ കൊലപ്പെടുത്താണ് ഉണ്ടായിട്ടുള്ളത്. ഫിത്നക്കാരൻ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ന്യായമായ പല ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു എന്നാണ്. എന്നെ കൊലപ്പെടുത്തണമെങ്കിൽ ഞാൻ ഒന്നല്ലെങ്കിൽ മുർത്തദ്ദായിരിക്കണം, അതല്ലെങ്കിൽ വിവാഹിതനായി വ്യഭിചരിക്കുന്ന ആളായിരിക്കണം, അതല്ലെങ്കിൽ ഞാൻ ഒരു കൊലപാതകിയായിരിക്കണം. ഇങ്ങനൊക്കെ ആണെങ്കിലാണ് എന്നെ കൊല്ലാൻ വകുപ്പുള്ളൂ. പിന്നെയും ന്യായമായ കാരണങ്ങളില്ലാതെ ഇവർ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫവല്ലാഹി മാ സനൈതു ഫീ ജാഹിലിയ്യത്തിൻ വലാ ഇസ്ലാമിൻ ഖത്തു, ഞാൻ ഇസ്ലാമിലോ ജാഹിലിയ്യത്തിലോ അല്ലാഹു തന്നെയാണ് ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. വലാ തമന്നൈതു ബദലൻ ബിദീനി മുൻദു ഹദാനില്ലാഹു അസ്സ വജൽ, അല്ലാഹു എനിക്ക് ഈ ദീനിലേക്ക് ഹിദായത്ത് ലഭിച്ചതു മുതൽ ഈ ദീനിന് പകരം വെക്കാൻ ഒരു ദീനിനെയും ഞാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല. വലാ ഖതൽതു നഫ്സൻ, ഒരു നഫ്സിനെയും ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് ആര് പറയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്. പരലോകത്തിനോട് അങ്ങേയറ്റം ഭയം ഉണ്ടായിരുന്ന ആളായിരുന്നു. മരണത്തിനോട്, അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തിന്, ഖബറിനെ ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പേടി അത് പ്രകടമായിരുന്നു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു ഹാനി മൗല ഉസ്മാൻ. അദ്ദേഹം പറയാണ്, കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇദാ വഖഫ അലാ ഖബറിൻ യബ്കി ഹത്താ യബുല്ല ലിഹ്യതഹു, ഒരു ഖബറിന്റെ അരികിൽ നിന്ന് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ താടിരോമങ്ങൾ കുതിരുമാറ് കരയാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, തദ്കുറുൽ ജന്നത വന്നാറ വലാ തബ്കി വതബ്കി മിൻ ഹാദാ, ഉസ്മാൻ താങ്കൾ നരകവും സ്വർഗവും ഒക്കെ ആലോചിക്കുമ്പോൾ കരയുന്നത് കാണുന്നില്ലല്ലോ, എന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമാണ് ഖബർ എന്ന് പറഞ്ഞാൽ, ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ, ആ ഖബറിൽ എങ്ങാനും ഒരുവൻ വിജയിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ളത് വളരെ എളുപ്പമായിരിക്കും. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ, ഇനി അവിടെ വിജയിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷമുള്ളത് വളരെ കഠിനമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാ പറയണ? സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഖബറിൽ കിടക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് അദ്ദേഹം കരയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ദഉ മിൻ, ഖബറിനേക്കാൾ ഭീകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. എത്ര തന്നെ ഭീകരമായ കാഴ്ച ഞാൻ കണ്ടാലും ഖബറിനേക്കാൾ ഭീകരമായിരിക്കുകയില്ല തോന്നുന്നു. ഖബറാണ് ഏറ്റവും ഭീകരമായ കാഴ്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അങ്ങേയറ്റം താല്പര്യം കാണിച്ചിരുന്ന സ്വഹാബിയായിരുന്നു. സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത കർമ്മങ്ങൾ അത് ചെയ്യുവാൻ അദ്ദേഹം മുന്നിട്ട് വന്നിരുന്നു. മസ്ജിദുൻ നബവി,
അതിൽ സഹാബികൾ കൂടി തിങ്ങി നിറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊട്ടടുത്തുള്ള സ്ഥലം അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് ആ സ്ഥലം വാങ്ങിക്കുകയും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മസ്ജിദിനായി വഖഫ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു സംഭവം എന്താണെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു സമുറ അദ്ദേഹം പറയാൻ, جاء عثمان إلى النبي صلى الله عليه وسلم ب1000 دينار حين جهز جيش العسرة. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുകയാണ്. തബൂക്ക് യുദ്ധം നമുക്കറിയാം വളരെ അധികം പ്രയാസങ്ങളുള്ള ഒരു യുദ്ധമാണ്. ജയ്ഷുൽ ഉസ്റ, പ്രയാസത്തിന്റെ ജയ്ഷ്, പ്രയാസത്തിന്റെ സൈന്യം എന്ന് വിളിക്കപ്പെട്ട ഒരു യുദ്ധത്തിന്റെ സൈന്യമാണ് തബൂക്ക് യുദ്ധം. പട്ടിണിയും പരിവട്ടാണ്, വേണ്ട ആയുധങ്ങളോ സമ്പത്തോ ഒന്നും കൂടല്ല. അങ്ങനെ ആ ജയ്ഷുൽ ഉസ്റയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കാൻ. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 1000 ദീനാറുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ അത് ഇട്ടു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിൽ നിന്ന് അത് ഇങ്ങനെ ഇളക്കി നോക്കുന്നത് ഞാൻ കണ്ടു എന്ന് സ്വഹാബികൾ പറയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ദറ ഉസ്മാന മാ അമില ബഅദൽ യൗമി മറതൈൻ. ഇന്നേ ദിവസത്തിന് ശേഷം ഉസ്മാൻ ഇനി പ്രവർത്തിക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുകയില്ല. 2 തവണ അങ്ങനെ പറഞ്ഞു എന്നാണ്. ഉസ്മാൻ ഇനി ഇതിന് ശേഷം പ്രവർത്തിക്കുന്ന എന്തൊന്നുണ്ടോ അതൊന്നും ഉസ്മാനിന് ഉപദ്രവമേൽക്കാൻ പോകുന്നില്ല. ഉലമാക്കൾ പഠിപ്പിച്ചതായി കാണാം, വലിയ പാപങ്ങളിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു സംരക്ഷിക്കും. ചെറിയ പാപങ്ങൾ ഉണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും. ഇനി ഇതിനു ശേഷം എന്ത് തന്നെ സംഭവിച്ചാലും അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉപദ്രവമേൽക്കാത്തതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ പ്രവർത്തനം വലിയ പ്രവർത്തനമാണ്. ആ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് 1000 ദീനാർ 1000 ദീനാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുവന്ന് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. മദീനയുടെ തുടക്ക കാലഘട്ടങ്ങളിലാണ്. മദീനയിലേക്ക് വന്നപ്പോൾ വലൈസ ബിഹാ മാഉൻ യുസ്തഅദബു ഗൈറ ബിഇരി റൂമ, സ്വഹാബികൾക്ക് കുടിക്കാൻ നല്ല വെള്ളമായി റൂമ കിണറല്ലാതെ വേറൊരു കിണറുമില്ല. നല്ല വെള്ളം കുടിക്കാൻ ഈ കിണറല്ലാതെ വേറൊരു കിണറുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യശ്തരി ബിഇറ റൂമ ഫയജ്അലു ഫീഹാ ദൽവഹു മഅ ദിലാഇൽ മുസ്ലിമീന ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന. ആരാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഈ റൂമ കിണർ വാങ്ങിക്കുക, എന്നിട്ട് അവന്റെ തൊട്ടി, അവന്റെ വെള്ളം കോരുന്ന തൊട്ടി, ആ തൊട്ടിയോടൊപ്പം മുസ്ലിമീങ്ങളുടെ തൊട്ടി ആ കിണറിലേക്ക് ഇടുകയും എന്നിട്ട് അതിൽ നിന്ന് വെള്ളം കോരുവാൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നത് ആരാണോ അവന് അതിനേക്കാൾ ഖൈറായത് സ്വർഗം ഉണ്ട് എന്ന് ഞാൻ അവർക്ക് ഉറപ്പു നൽകാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊടുത്ത് അത് വാങ്ങിക്കുകയും മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യുകയും ചെയ്തു. ആ റൂമ കിണർ മദീനയുടെ തുടക്കകാലാണ്, ഹിജറ ചെയ്തു വന്ന തുടക്കകാലാണ്. ഇനി ഭാവി എന്താന്നുള്ള അറിയില്ല. ആ സന്ദർഭത്തിൽ ഒന്നും നോക്കാതെ സ്വർഗമുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ സമ്പത്ത് ചെലവഴിച്ച് ആ കിണർ വാങ്ങുകയും അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുകയാണ്. അദ്ദേഹം എല്ലാ നിലക്കും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും അദ്ദേഹത്തിന്റെ വിൽപ്പനയുമെല്ലാം അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു. അദ്ദേഹത്തിനോട് ഇടപാടുകൾ നടത്തുവാൻ വളരെ എളുപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ഒരാൾ കുറച്ച് ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ച് ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയപ്പോൾ അദ്ദേഹം ആ ഭൂമിയുടെ ഉടമസ്ഥന് കുറച്ച് പൈസ അഡ്വാൻസായി നൽകി, കുറച്ച് പണം അദ്ദേഹത്തിന് മുൻകൂട്ടി നൽകി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഈ വ്യക്തിയെ ബാക്കിയുള്ള പൈസ വാങ്ങിക്കാൻ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നത് കാണാനില്ല. അങ്ങനെ ഒരു വഴിയിൽ വെച്ച് ഇയാളെ കണ്ടുമുട്ടിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അവസ്ഥ? മാ മനഅക മിൻ ഖബ്ദി മാലിക്,
നിന്റെ ബാക്കിയുള്ള പൈസ വാങ്ങാൻ എന്താണ് വരാത്തത്? അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഇന്നക ഗബൻതനി, ഉസ്മാൻ താങ്കൾ എന്നെ വഞ്ചിച്ചിരിക്കുന്നു. കാരണം ഫമാ അൽഖാ മിനൻ നാസി അഹദൻ ഇല്ലാ വഹുവ യലൂമുനി, എന്നെ കാണുന്ന എല്ലാ ആളുകളും പറയാണ് എന്നെ ആക്ഷേപിക്കാണ്. വളരെ ചുരുങ്ങിയ വിലക്ക് ആ ഭൂമി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചിരിക്കുന്നു, എന്നെ പറ്റിച്ചതാണ് എന്നിങ്ങനെ ആളുകൾ എന്നോട് പറയാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണോ നിന്റെ പ്രശ്നം? ബാക്കിയുള്ള പണം കൈപ്പറ്റി കച്ചവടം അവസാനിപ്പിക്കുവാൻ താങ്കൾക്ക് തടസ്സമായത് അതാണോ? അദ്ദേഹം പറഞ്ഞു, ഇതാണ് തടസ്സം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫഖ്തർ ബൈന അർദിക വ മാലിക, നിനക്ക് തിരഞ്ഞെടുക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ഭൂമി എടുക്കാം, അതല്ലെങ്കിൽ നിന്റെ പൈസ നിനക്ക് കൈപ്പറ്റാം, എന്തു വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ഖലല്ലാഹു അസ്സ വജല്ലൽ ജന്നത റജുലൻ, ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. കാന സഹ്ലൻ മുശ്തരിയൻ വബായിഅ, അയാളൊരു സ്വഭാവം എന്താണെന്നറിയോ? വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അദ്ദേഹത്തിനോട് എളുപ്പമായി എന്ത് ചെയ്യും? ഇടപാടുകൾ നടത്താം. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വളരെ സൗമ്യതയോടുകൂടി അയാൾ പെരുമാറും. എളുപ്പത്തിൽ കച്ചവടം ചെയ്യാൻ, വാങ്ങിക്കാൻ, വിൽക്കാൻ അയാളെ കൊണ്ട് പറ്റും. വഖാദിയൻ വമുഖ്തദിയ, വിധി അത് കൽപ്പിക്കാനും വിധി തേടി പോകുവാനും അയാൾ സൗമ്യനാണ്. അങ്ങനെയുള്ള ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എളുപ്പം നൽകാണ്, നിനക്ക് എന്തുവാണെങ്കിലും തിരഞ്ഞെടുക്കാം എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ മേന്മയായിരുന്നു, അദ്ദേഹം അങ്ങേയറ്റം ലജ്ജയുള്ള ആളായിരുന്നു. അങ്ങേയറ്റം ലജ്ജയുള്ള ആളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ലജ്ജ കാരണം അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ വന്ന ആളുകൾ കൊലപ്പെടുത്തുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ ശരിയാക്കി, അദ്ദേഹത്തിന്റെ അരയിൽ ധരിക്കുന്ന സെർവാലെല്ലാം അദ്ദേഹത്തിന്റെ നഗ്നത വെളിവാകാത്ത രൂപത്തിൽ, ഇനി കൊലപ്പെട്ട് പടഞ്ഞ് മരിക്കുമ്പോൾ അതൊന്നും വെളിവാകാത്ത രൂപത്തിൽ അദ്ദേഹം ആ സെർവാലൊക്കെ കെട്ടിമുറുക്കി അങ്ങനെ ഒരുങ്ങി നിന്നതാണ്. അദ്ദേഹം അത്രയും ലജ്ജയുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ലജ്ജയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ കിടക്കുകയായിരുന്നു. കാശിഫൻ അൻ ഫഖിദൈഹി ഔ സാഖൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊടയോ അതല്ലെങ്കിൽ അവിടുത്തെ കണങ്കാലോ വെളിവായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ ഫസ്തഅദന അബൂബക്രിൻ ഫഅദീന ലഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കാൻ അനുമതി കൊടുത്തു. എന്നാൽ വസ്ത്രമൊന്നും ശരിയാക്കില്ല, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു. സുമ്മസ്തഅദന ഉമർ, ഉമർ വന്നു, അനുമതി കൊടുത്തു, വസ്ത്രമൊന്നും ശരിയാക്കില്ല, അതുപോലെ തന്നെ കിടന്നു. സുമ്മസ്തഅദന ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അനുമതി ചോദിച്ചപ്പോൾ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസവ്വാ സിയാബഹു ഫദഖല ഫതഹദ്ദസ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായിരുന്നു, അവിടുത്തെ വസ്ത്രം ശരിയാക്കി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു സംസാരിച്ചു പോയി. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇവര് പിരിഞ്ഞു പോയതിനു ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ താങ്കൾ ഒന്നും കാര്യമാക്കാതിരുന്നു, വസ്ത്രമൊന്നും മറച്ചില്ല. ഉമർ വന്നപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നപ്പോൾ താങ്കൾ ശരിയായിരുന്നു, വസ്ത്രം ശരിയാക്കി. എന്താണ് അതിന്റെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അസ്തഹയി മിൻ റജുലിൻ തസ്തഹയി മിൻഹുൽ മലായിക, മലക്കുകൾ വരെ ലജ്ജിക്കുന്ന ഉസ്മാൻ, അവനോട് ഞാൻ ലജ്ജിക്കേണ്ടതില്ല എന്നാണ്. അപ്പൊ നോക്കൂ, മലക്കുകൾ വരെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ലജ്ജ കാണിച്ചിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയോട് ഞാൻ ലജ്ജ കാണിക്കേണ്ടതില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്ന ഉസ്മാൻ റജുലുൻ ഹയ്യുൻ, ഉസ്മാൻ അങ്ങേയറ്റം ലജ്ജയുള്ള വ്യക്തിയാണ്. വഇന്നി ഖശീതു ഇൻ അദിൻതു ലഹു അലാ തിൽക്കൽ ഹാൽ, ഞാൻ വസ്ത്രമൊന്നും ശരിയാക്കാതെ അതേപോലെ അദ്ദേഹത്തിന്
പ്രവേശിക്കാനും അനുമതി കൊടുത്തിരുന്നു എങ്കിൽ അദ്ദേഹം എന്നോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാതെ നാണം കൊണ്ട് തിരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ശരിക്കിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ, എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും റഹ്മത്തുള്ള, ഏറ്റവും കാരുണ്യമുള്ളയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, ദീനിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശക്തനായ, വളരെ ശക്തമായ നിലപാടെടുക്കുന്നത് ഉമറാണ്. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, ഏറ്റവും സത്യസന്ധമായ ലജ്ജ പുലർത്തുന്നത് ഉസ്മാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഖിലാഫത്തിനായി തെരഞ്ഞെടുക്കുന്ന സംഭവം നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അടുത്ത ഖലീഫ എന്ന് കൃത്യമായി നിർണയിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെയും കൃത്യമായി നിർണയിച്ചില്ല. അദ്ദേഹം അതിന് കുറച്ച് ആളുകൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ആ ആളുകൾ അത് തീരുമാനിച്ച് നിശ്ചയിച്ച് ഖലീഫയെ തെരഞ്ഞെടുത്താൽ മതി. കാരണം ഒരാളെ നിർണയിച്ചു കൊടുത്താൽ അതിൻ്റെ എന്തെങ്കിലും വിസർ നാളെ പരലോകത്ത് വഹിക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്ന അർത്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ നിശ്ചയിച്ചു കൊടുത്തില്ല, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കാരണം. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന അവസ്ഥ നമുക്കറിയാം. അദ്ദേഹത്തിനെ കുത്തി കൊലപ്പെടുത്തിയതാണ്. ഫജ്ർ നിസ്കരിക്കുന്നതിനിടയിൽ ഒരു മജൂസിയായവൻ വന്ന് അദ്ദേഹത്തിന് കുത്തിയതാണ്. മറ്റൊരാൾ ഇമാമത്ത് നിൽക്കുകയും നിസ്കാരം പൂർത്തീകരിക്കുകയും ജനങ്ങൾ നോക്കിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. ഈ ഒരു അവസ്ഥ, ഈ ഒരു പരിക്കിൽ അദ്ദേഹം മരണപ്പെടും എന്ന് സ്വഹാബികളായ ചില ആളുകൾക്ക് മനസ്സിലായപ്പോൾ ചില ആളുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അടുത്ത ഖലീഫ ആരാണ് എന്ന് നിർണയിച്ചുകൊണ്ട് താങ്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖൈറായിരിക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അഅലമു അഹദൻ അഹഖ ബിഹാദൽ അംരി മിൻ ഹഉലാഇ നഫർ അല്ലദീന തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻഹും റാദിൻ. എനിക്ക് ചില ആളുകൾ അറിയാം, ഈ ഒരു കാര്യത്തിന് ഏറ്റവും അഹഖായ, ഏറ്റവും അവകാശമുള്ള ആളുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അവിടുന്ന് ഈ ആളുകളുടെ വിഷയത്തിൽ തൃപ്തനായിരുന്നു. അതുകൊണ്ട് ഫമനസ്തഖലഫു ബഅദി ഫഹുവൽ ഖലീഫ, ഈ ആളുകളിൽ നിന്ന് ആരാണോ ഖലീഫയായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരായിരിക്കും നിങ്ങളുടെ ഖലീഫ. ഫസ്മഉ ലഹു വഅതിഉ, അദ്ദേഹത്തിന് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചന കൊടുത്തു. അങ്ങനെ 6 ആളുകളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേര് കൊടുത്തു നിർദ്ദേശിച്ചു. അതിൽ ഒന്നാമത്തേതായി ഉണ്ടായിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, അലി ഇബ്നു അബി താലിബ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, അസ്സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്. ഈ 6 ആളുകളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആളുകളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മറമാടുകയും ഈ 6 ആളുകൾ ഒരുമിച്ച് കൂടുകയും ഈ 6 ആളുകൾ 3 ആളുകളിലേക്ക് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തു. 6 ആളുകളിൽ നിന്ന് 3 ആളുകളിലേക്ക് ഈ കാര്യം ചുരുക്കപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 6 ആളുകൾ നിശ്ചയിച്ചു എങ്കിൽ ഈ 6 ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്തു? അവർ ചർച്ച ചെയ്തത് 3 ആളുകളിലേക്ക് ചുരുങ്ങി. പരസ്പരം സമ്മതത്തോടു കൂടി തന്നെ താല്പര്യമില്ലാത്ത ആളുകൾ മാറി നിന്ന് 3 ആളുകളിലേക്ക് ചുരുങ്ങി. ആ 3 ആളുകളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഈ 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 ആളുകളിൽ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഉള്ള തീരുമാനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി.
ഈ മൂന്നാളുകളിൽ തീരുമാനമെടുക്കുവാൻ, സംസാരിക്കുവാനുള്ള അവകാശം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് എത്തി. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടുമായി ഒരുപാട് നേരം ചർച്ച ചെയ്തു, ഒരുപാട് നേരം കൂടിയാലോചിച്ചു. മദീനയിലെ സഹാബികളുടെ വീടുകളിൽ ജനങ്ങളോടൊക്കെ അഭിപ്രായം തിരക്കി. അങ്ങനെ ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലക ഖറാബത്തുൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖദമു ഫിൽ ഇസ്ലാമി മാ ഖദ് അലിംത. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകളിൽപ്പെട്ട ആളാണ് താങ്കൾ. താങ്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധമുണ്ട്. ഫല്ലാഹു അലൈക ലഇൻ അമർതുക ലതഅദിലന്ന. അല്ലാഹുവിനെ മുൻനിർത്തി പറയട്ടെ, അലി, താങ്കളെയാണ് ഞാൻ ഖിലാഫത്ത് ഏൽപ്പിക്കുന്നത് എങ്കിൽ താങ്കൾ നീതിപൂർവകമായി ഭരിക്കണം. വലഇൻ അമർതു ഉസ്മാൻ, ഇനി ഉസ്മാനെയാണ് ഞാൻ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ ലതസ്മഅന്ന വല തുതിഅന്ന, നീ ഉസ്മാനിനെ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യണം. ഇതേ വർത്തമാനം, ഇതേ സംസാരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തി പറയട്ടെ, താങ്കൾക്കാണ് ഞാൻ ഖിലാഫത്ത് ഏൽപ്പിക്കുന്നത് എങ്കിൽ താങ്കൾ നീതിപൂർവകമായി ഖിലാഫത്ത് ഏറ്റെടുക്കണം. ഇനി അതല്ല എങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ഞാൻ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയും അദ്ദേഹത്തിനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ശേഷം അദ്ദേഹം ഇസ്തിഖാറ നിസ്കരിച്ചു എന്നാണ്. എന്നിട്ട് ഇസ്തിഖാറ നിസ്കരിച്ചതിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇർഫഅ യദക യാ ഉസ്മാൻ, ഉസ്മാൻ താങ്കൾ കൈകൾ ഉയർത്തുക. എന്നിട്ട് ഫബായഅഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി. അതിനുശേഷം ഫബായഅ ലഹു അലിയുൻ, അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി. ഇവിടെ ചില ഷിയായിസം മനസ്സിലുള്ള, ഷിയായിസം നമ്മുടെ നാടുകളിലേക്കൊക്കെ കൊണ്ടുവരുന്ന ചില ആളുകൾ പറയുന്നത് എന്താ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം അട്ടിമറിച്ച് അത് പിടിച്ചെടുത്തതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇത് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ള സംഭവത്തിൽ നമുക്ക് കാണാവുന്ന വ്യക്തമായ ചരിത്രതാണ്. കൃത്യമായ തീരുമാനത്തോടുകൂടി അലി റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ശേഷം സമ്മതത്തോടുകൂടി ബൈഅത്ത് കൊടുക്കാനുണ്ടായിട്ടുള്ളത്. ആ സംഭവം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. എന്നിട്ട് അതിനുശേഷം മദീനയിലുള്ള അൻസാറികളും മുഹാജിറുകളും മറ്റുള്ള ആളുകളുമെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്വഹാബികളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം പിടിച്ചെടുത്തതല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്ന്. ഈ ഒരു കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ആര് ഖലീഫയാകും എന്ന വിഷയത്തിൽ ഏതാണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നതിൽ എല്ലാ ആളുകൾക്കും ഉറപ്പുണ്ടായിരുന്നു എന്നാണ് സ്വഹാബികൾക്കിടയിൽ. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മൻ തറാ ഖൗമക മുഅമ്മിരീന ബഅദി, ഹുദൈഫ, താങ്കളുടെ സമൂഹത്തിലുള്ള ആളുകൾ എനിക്ക് ശേഷം ആരെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുക, ഖലീഫയായി തിരഞ്ഞെടുക്കുക? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു الناس അസ്നദു അംറഹും ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ജനങ്ങളൊക്കെ കാര്യങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലേക്ക് ഏൽപ്പിച്ചതായിക്കൊണ്ടാണ് ഞാൻ കാണുന്നത്. ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മറ്റൊരു സംഭവത്തിൽ കാണാം, ഫലം യകൂനു യശുക്കൂന അന്നൽ ഖിലാഫത മിൻ ബഅദിഹി ലിഉസ്മാൻ, സ്വഹാബികൾ ആരും സംശയത്തിലായിരുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഖിലാഫത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ് എന്ന വിഷയത്തിൽ സ്വഹാബികൾ ആരും സംശയിച്ചിരുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം വളരെയധികം ഖൈറാത്തുകൾ നിറഞ്ഞ ഭരണകാലഘട്ടമായിരുന്നു. ഒരുപാട് നന്മകൾ ഇസ്ലാമിലുണ്ടായി. ഇസ്ലാമിൻ്റെ അതിർത്തികൾ വ്യാപിച്ചു.
അതുപോലെ തന്നെ സമ്പത്ത് അത് വർദ്ധിച്ചു. ദാരിദ്ര്യമില്ലാത്ത അവസ്ഥയിലായി. വസ്തുവകകൾക്ക് വില കുറഞ്ഞു. വളരെ സുഭിക്ഷമായ ആളുകൾ, സുഭിക്ഷമായി ജനങ്ങൾ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്താനുള്ള ഒരു ഫിത്നയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം തന്നെ ഇതായിരിക്കും. ഏത്? അങ്ങനെ സുഭിക്ഷത, സുഖലോലുപത കൂടി അങ്ങനെയാണ് ഫിത്ന ഉണ്ടായത് എന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരുപാട് ഖൈറാത്തുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് തൗസിഅതു അൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം അത് അദ്ദേഹം വിശാലമാക്കി, അത് അദ്ദേഹം വ്യാപിപ്പിച്ചു. അതിന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങി മസ്ജിദുൽ ഹറാം അത് വികസിപ്പിച്ചു. അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയും അദ്ദേഹം വികസിപ്പിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഏറ്റവും ആദ്യത്തെ നാവികസേന അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ നമ്മളുടെ കൈകളിലുള്ള ഈ മുസ്ഹഫ് പോലെ ക്രോഡീകരിക്കപ്പെട്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, വദഹറൽ ഇസ്ലാമു ഫി മശാരിഖിൽ അർദി വമഗാരിബിഹ. ഇസ്ലാം ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് അതങ്ങനെ ഏറ്റവും ഉന്നതിയിൽ ഇസ്ലാം പ്രകടമായി അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ. വഅലത് കലിമത്തുല്ലാഹി വദഹറ ദീനുഹു. അല്ലാഹുവിന്റെ കലിമത്ത് അത് ഏറ്റവും ഉന്നതിയിലായി. വബലഗത്തിൽ ഉമ്മത്തുൽ ഹനീഫിയ്യതു മിൻ അഅദാഇല്ലാഹി ഗായത മആരിബിഹി. യഥാർത്ഥ ദീൻ ഹനീഫിയ അത് ഏറ്റവും പ്രകടമായ രൂപത്തിൽ അതിൻ്റെ ഏറ്റവും അങ്ങേതലയിൽ വളർന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ഇമാം അത്ത്വഹാവി അദ്ദേഹം പറയുകയാണ്, വഅമ്മാ ബൈഅതു ഉസ്മാൻ ഫകാനത് ബൈഅത ഹുദൻ വറശദിൻ വസ്തിഖാമ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തത് അതിലാണ് ഹുദയും ഇസ്തിഖാമത്തും ഉള്ളത്. അത് സന്മാർഗത്തിന്റെയും ഇസ്തിഖാമത്തിന്റെയും ഖിലാഫത്തായിരുന്നു. വത്തിഫാഖിൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വഅസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിവാഹും അലൈഹ. അത് മുഹാജിറുകളും അൻസാറുകളും മറ്റു സ്വഹാബികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ലം യതനാസഉ ഫീ ദാലിക. അവർക്കതിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. വലം യഖ്തലിഫു ഫീഹി റിദ്വാനുല്ലാഹി അലൈഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലുമായിട്ടില്ല എന്ന് ഇമാം അത്ത്വഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇസ്ലാമിക അതിർവരമ്പുകൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലുതായി. ആളുകൾക്ക് സ്വൈര്യവിഹാരവും അതുപോലെ തന്നെ അമ്നും അമാനും നിർഭയത്വവും നല്ല ജീവിതവും അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ ഉണ്ടായി. ധാരാളം വിഭവങ്ങൾ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ വസ്തുവകകളുടെ വില കുറഞ്ഞു. അങ്ങനെ നല്ലൊരു ജീവിതം അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നല്ലൊരു അമീറായിരുന്നു, നല്ലൊരു ഖലീഫയായിരുന്നു. എത്രത്തോളം നിന്നാൽ മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോൾ വരെ മൂസ ഇബ്നു ത്വൽഹ അദ്ദേഹം പറയുകയാണ്, വഹുവ അലൽ മിമ്പർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഇരിക്കും. വൽ മുഅദ്ദിനു യുഖീമുസ് സ്വലാ. മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടോ, വഹുവ യസ്തഖ്ബിറുൻ നാസ. ജനങ്ങളോട് വിവരങ്ങൾ അദ്ദേഹം തിരക്കിക്കൊണ്ടിരിക്കും. യസ്അലുഹും അൻ അഖ്ബാരിഹിം വഅസ്ആരിഹിം. ജനങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച്, അവരുടെ വിഭവങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ച്, ആ വിലയെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു നീതിമാനായിരുന്ന ഖലീഫയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖലീഫയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ആ ഒരു എളിമയും വിനയവും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. എത്രത്തോളം എന്നാൽ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, റഅയ്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ യഖീലു ഫിൽ മസ്ജിദ് വഹുവ യൗമഇദിൻ ഖലീഫ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നിട്ട് കൂടി അദ്ദേഹം ഉച്ചമയക്കം അത് പള്ളിയിലായിരുന്നു നിർവഹിച്ചിരുന്നത്.
വയഖൂമു വഅസറുൽ ഹസാ ബിജംബിഹി, അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചെറിയ കല്ലുകൾ അദ്ദേഹത്തിന്റെ മുതുകിൽ പുറത്തൊക്കെ കുത്തിയ അടയാളങ്ങൾ കാണുവാൻ സാധിക്കുമായിരുന്നു. ഫയുഖാലു ഹാദാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ആരാണ്? ഖലീഫയാണ് എന്ന് ചോദിച്ചു വരുന്ന ആളുകൾക്ക് അതാ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച വിനയമാണ് അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലും ആ ഒരു വിനയവും ലാളിത്യവും എളിമയും നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇനിയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് അറിയിച്ച ചില ഫിത്നകളുടെ ചില വിവരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഫിത്നകൾ സംഭവിക്കുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം ചില ഫിത്നകളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകവുമായി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇനി സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരത്തിന് ശേഷം നമുക്കത് പൂർത്തീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ നിന്ന് വുളു എടുത്തു, എന്നിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ല, അൽസമന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല അകൂനന്ന മഅഹു യൗമി ഹാദാ, ഇന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കുക തന്നെ ചെയ്യും. ഇന്ന് പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരിക്കും ഞാൻ ഉണ്ടായിരിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞ് അദ്ദേഹം പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ ഒരു കിണറിൻ്റെ മതിലിൽ കിണറിലേക്ക് കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണങ്കാലി വെളിവാക്കിയിട്ടുണ്ട്. ആ രണ്ട് കാലുകളും കിണറ്റിലേക്ക് ഇട്ട് രണ്ട് കണങ്കാലുകൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. സുമ്മ സറഫ്തു ഫജലസ്തു ഇൻദൽ ബാബ്, ആ തോട്ടത്തിന്റെ വാതിലിന്റെ അരികിൽ ഞാൻ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാനില്ല, അകൂനന്ന ബവ്വാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽയൗം, ഇന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനായി ഞാൻ ഇന്ന് തുടരുക തന്നെ ചെയ്യും. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുമ്പോൾ അവർക്ക് സമ്മതം കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ എത്തിക്കാനുമുള്ള ഒരു ബവ്വാബായി ഞാൻ നിൽക്കും. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് വാതിൽ മുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്രിൻ യസ്തഅദിൻ, ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് സമ്മതം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്സൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന, അദ്ദേഹത്തിന് സമ്മതം കൊടുക്കുക, മാത്രമല്ല സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. അങ്ങനെ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉദ്ഖുൽ, താങ്കൾ പ്രവേശിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറുക ബിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ വീണ്ടും വാതിലിന്റെ അരികിൽ ചെന്നു.
എന്നിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ആളുകൾക്കൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എൻ്റെ സഹോദരൻ എങ്ങാനും ഈ വഴിയിലൂടെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവനാകട്ടെ പള്ളിയിൽ വുളു എടുക്കുന്നുണ്ട്, അവനെങ്ങാനും വന്നാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ മറ്റൊരാൾ വന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വാതിൽ മുട്ടി സമ്മതം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന, സമ്മതം കൊടുത്തോളൂ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എപ്രകാരമാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്തു. കിണറിൻ്റെ മതിലിൽ 2 കാലുകളും കിണറ്റിലേക്ക് ഇട്ട് കണങ്കാല് ഒളിവാക്കിക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ വാതിലിൻ്റെ അരികിലേക്ക് മടങ്ങി. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു, സമ്മതം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉസ്മാൻ വന്നിട്ടുണ്ട്, സമ്മതം ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ൻ ലഹു വബശ്ശിർഹു ബിൽ ജന്നതി അലാ ബൽവാ തുസീബുഹു, അദ്ദേഹത്തിന് സമ്മതം കൊടുക്കണം, മാത്രമല്ല സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. അലാ ബൽവാ തുസീബുഹു, അദ്ദേഹത്തിന് ബാധിക്കുന്ന പരീക്ഷണം, അതിൻ്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യണം. ഫജിഅ്തുഹു ഫഖുൽതു ലഹു ഉദ്ഖുൽ വബശ്ശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജന്നതി അലാ ബൽവാ തുസീബുക. ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ താങ്കൾക്ക് ബാധിക്കുന്ന ഒരു പ്രയാസത്തിൻ്റെ മേൽ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അതുപോലെ ഇരിക്കാൻ സാധിക്കില്ല. ആ ഒരു മതിലിൻ്റെ ഭാഗം അവിടെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൊട്ടു മുൻപിലായി ഇരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ചില ഫിത്നകൾ ബാധിക്കും, ചില പരീക്ഷണങ്ങൾ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഫിത്നകൾ ഉണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിൽ ഒരുപാട് പിഴവുകളുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് തന്നെ ഒരുപാട് പിഴവുകളുണ്ട് എന്ന് ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബ വന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. അയാൾ മുസ്ലിം ആണ് എന്ന് പ്രകടിപ്പിച്ചു വന്നതാണ്. മദീനയിൽ വന്നു, മദീനയിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കി. അയാൾ ഈജിപ്തിലേക്ക് പോയി. അവിടെയുള്ള ചെറുപ്പക്കാർക്ക്, വികാരം കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഫിത്നയുണ്ടാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പുറപ്പെടുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ഫിത്ന ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് ഇസ്ലാമിന്റെ അതിർത്തി വലുതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മുസ്ലിമീങ്ങളിലെ ചെറുപ്പക്കാർ സ്വഹാബികളുമായി അകലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി അകലത്തിലാണ് എല്ലാ നിലക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനോട് കൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥ അവർക്കില്ല. അവർ വളരെ ദൂരത്താണ്. അതുകൊണ്ട് തന്നെ ഫിത്ന അവരെ പെട്ടെന്ന് പിടികൂടും. ഈജിപ്തിൽ പോയി, മിസ്റിൽ പോയി ഈ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദി ഫിത്നയുണ്ടാക്കി. ആ ഫിത്നയിൽ പല ചെറുപ്പക്കാരും വീഴുകയും ചെയ്തു. അവരിൽപ്പെട്ട ഒരുവൻ ഹജ്ജിന് വേണ്ടി മദീനയിലെത്തി. ഹജ്ജിന് വേണ്ടി എത്തിയപ്പോൾ മദീനയിലെത്തിയപ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പം അവൻ ചോദിച്ചു, ആരാണ് ഈ കൂട്ടർ? അപ്പോൾ ഇത് ഖുറൈശികളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫമനി ശൈഖു ഫീഹിം, അവരിൽ ആരാണ് അവരുടെ നേതാവ്? ഷെയ്ഖ് ആരാണ്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് അവരുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി സായിലുക അൻ ഷൈഇൻ ഫഹദ്ദിസ്നി, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം,
അതിലെനിക്ക് കൃത്യമായ വിവരണങ്ങൾ തരണം. എന്നിട്ട് അദ്ദേഹം അയാൾ ചോദിച്ചു, ഹൽ തഅലമു അന്ന ഉസ്മാന ഫറ യൗമ ഉഹുദിൻ, താങ്കൾക്കറിയുമോ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞോടിയിട്ടില്ലേ? അബ്ദുല്ലാഹ് ബിൻ ഉമർ പറഞ്ഞു, അതെ, പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഹൽ തഅലമു അന്നഹു തഗയ്യബ അൻ ബദ്രിൻ വലം യശ്ഹദ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ ഉസ്മാൻ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം അവിടെ ഹാജരായിട്ടില്ലല്ലോ, അത് താങ്കൾക്കറിയില്ലേ? ഖാല നഅം, അബ്ദുല്ലാഹ് ബിൻ ഉമർ പറഞ്ഞു, അതെ, അറിയാം, പങ്കെടുത്തിട്ടില്ല. ഹൽ തഅലമു അന്നഹു തഗയ്യബ അൻ ബൈഅത്തി റിദ്വാൻ ഫലം യശ്ഹദ്ഹാ, ബൈഅത്തു റിദ്വാനിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പങ്കെടുത്തിട്ടില്ല, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം നേരിട്ട് ബൈഅത്ത് കൊടുത്തിട്ടില്ല എന്ന കാര്യം താങ്കൾക്ക് അറിയുമോ? അതെ, എനിക്കറിയാം. അദ്ദേഹം വളരെ ഉത്സാഹത്തോടുകൂടി അയാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടി തിരിഞ്ഞടക്കാൻ പോയി. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തആൽ ഉബയ്യിൻ ലക്, ഇവിടെ വാ, പോകാനായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അയാൾ വിളിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മാ ഫിറാറുഹു യൗമ ഉഹുദിൻ, ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം പിന്തിരിഞ്ഞോടിയത്, ഫഅശ്ഹദു അന്നല്ലാഹ അഫാ അൻഹു വഗഫറ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു, അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഉഹദ് യുദ്ധത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഒരുപാട് സ്വഹാബികൾ ഓടിയിട്ടുണ്ട്, അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച കാര്യമാണ്. ഇനി വഅമ്മാ തഗയ്യുബുഹു അൻ ബദ്രിൻ, ബദർ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്, അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഫഇന്നഹു കാനത് തഹ്തഹു ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ ഉണ്ടായിരുന്നത്. റുഖയ്യയെ പരിചരിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മദീനയിൽ ഇരുന്നു കൊള്ളാൻ പറഞ്ഞതാണ്. അവർ രോഗിയായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലക അജ്റ റജുലിൻ മിമ്മൻ ഷഹിദ ബദ്റൻ വസഹമഹു, ബദറിൽ പങ്കെടുത്തവന്റെ ഗനീമത്ത് മുതലും അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലവും താങ്കൾക്കുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഫിത്നക്കാരി ഫിത്ന ഉണ്ടാക്കുന്ന ഒരു കോലം നോക്കൂ നിങ്ങൾ. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇവൻ പോവുകയാണ്. അപ്പൊ അവനെ തിരിച്ചു വിളിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ബൈഅത്തു റിദ്വാനിന്റെ അവസ്ഥ എന്താ? ബൈഅത്തു റിദ്വാനിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല എന്നതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഫലൗ കാന അഹദുൻ അഅസ്സ ബിബത്നി മക്കത മിൻ ഉസ്മാൻ ലബഅസഹു മകാനഹു. ബൈഅത്തു റിദ്വാനിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിരിക്കുകയായിരുന്നു. മക്കക്കാരോട് സംസാരിക്കുവാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനേക്കാൾ അന്തസ്സുള്ള വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ആയിരുന്നു മക്കയിലേക്ക് പറഞ്ഞയക്കുക. ആദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മക്കക്കാരായിട്ട് പോയി സംസാരിക്കാൻ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുമായി അവർക്ക് ശത്രുത ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചത്. കുറെ കഴിഞ്ഞിട്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തിരിച്ചു കാണുന്നില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ വർത്താനുണ്ടായി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരിൽ മരണം വരെ പോരാടും എന്ന ബൈഅത്താണ് യഥാർത്ഥത്തിൽ ബൈഅത്തുർ റിദ്വാൻ. അപ്പൊ നോക്കൂ, ആ ബൈഅത്തുർ റിദ്വാൻ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയായിരുന്നു. ഇനി മാത്രല്ല, ആ ബൈഅത്ത് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് കൈ ഇങ്ങനെ പിടിച്ചുവിട്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ, ഇത് ഉസ്മാനിന്റെ കൈയാണ്, ഇത് ഉസ്മാനിന്റെ കൈയാണ്. ഫളറബ ബിഹാ അലാ യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് ആ കൈയിൽ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ലിഉസ്മാൻ, ഇത് ഉസ്മാനിനുള്ളതാണ്, ഇതിൽ ഉസ്മാൻ കൂടിയുണ്ട് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അവിടുത്തെ കൈയിന് പകരമായി അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു കൈ കൊണ്ട് അവിടെ ബൈഅത്ത് നടത്തിയിട്ടുണ്ട്. ഇവരുണ്ടാക്കുന്ന ഈ ഫിത്നയുടെ നിജസ്ഥിതി ഇതാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, ഇദ്ഹബ് ബിഹൽ ആന മഅക്, ഇപ്പോൾ ഈ കാര്യങ്ങളുമായി നീ നിന്റെ നാട്ടിലേക്ക് പോയി ഇത് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു കൊടുത്തു.
ഇതാണ് ഫിത്തന ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ഫിത്തന അവിടെ പുറപ്പെടുന്നത്. ഫിത്തനക്കാർ അവരുമായി സഹാബികൾ ഇടപെട്ടത് ഈ രൂപത്തിലായിരുന്നു. വസിയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉസ്മാൻ ബിസ്സബ്ർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ വിളിച്ചു വരുത്തുകയാണ്. വഫാത്തിന്റെ സന്ദർഭത്തിൽ എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ ഉസ്മാൻ, അല്ലയോ ഉസ്മാൻ, ഇന്നല്ലാഹ അസ്സ വജല്ല അസാ അയ്യുൽബിസക ഖമീസ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഒരു കുപ്പായം ധരിപ്പിക്കും. ഖിലാഫത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. താങ്കൾ ഖലീഫയാക്കും. ഫഇൻ അറാദക മുനാഫിഖൂന അലാ ഖൽഇഹി ഫലാ തഖ്ലഅഹു ഹത്താ തൽഖാനി. മുനാഫിഖീങ്ങൾ അത് ഊരുവാൻ, ആ കുപ്പായം ഊരുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീ എന്നെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ മരണം വരെ അത് അഴിക്കാൻ പാടില്ല, ക്ഷമിച്ച് നിലകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലും എന്നുള്ള ഒരവസ്ഥ ഏകദേശം ഉറപ്പായപ്പോൾ പല സ്വഹാബികളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ, താങ്കൾ അവരെന്തായാലും കൊല്ലും, താങ്കൾ ഖിലാഫത്ത് നിന്ന് ഇറങ്ങിക്കൊടുക്കുക, താങ്കൾ ഖിലാഫത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തേക്കൂ, താങ്കൾ അവർ കൊല്ലും എന്ന് പറഞ്ഞു. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മനോഹരമായ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ, താങ്കൾ ഖിലാഫത്തിൽ നിന്ന് ഇറങ്ങിയാലും ഇല്ലെങ്കിലും താങ്കൾക്ക് മരണമുണ്ടോ? ഉണ്ട്, മരണമുണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഖിലാഫത്തിൽ നിന്ന് ഇറങ്ങിയാലും ഇല്ലെങ്കിലും താങ്കളെ അവർ വധിക്കില്ല എന്നതിൽ വല്ല ഉറപ്പുമുണ്ടോ? അതുകൊണ്ട് താങ്കൾ ക്ഷമയോടുകൂടി ഇതിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാക്കിനോട് സമാനമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഉപദേശിച്ചു എന്നാണ്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ക്ഷമയോടുകൂടി അവിടെ ഉറച്ചു നിന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ അവർ വീട്ടുതടങ്കലിലാക്കി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന, നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഫിത്നക്കാരായ ചെറുപ്പക്കാരായ ആളുകൾ അവർ സ്വഹാബികൾക്ക് ഒരു വിലയും കൊടുത്തില്ല, അവർക്കൊരു അറിവുമില്ല, ദീനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും ഒരറിവുമില്ല. സ്വഹാബികൾക്ക് ഒരു ശ്രേഷ്ഠതയും അവർ വകവെച്ചു കൊടുത്തില്ല. സ്വഹാബികളെ തടഞ്ഞ് സ്വഹാബികളെ ഇമാമ് നിർത്താതെ അവരിൽപ്പെട്ട ആരോ ആണ് ഇമാമ് നിസ്കരിച്ചിട്ടുള്ളത്. അവിടെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇവരെ പിന്നിൽ തുടരണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫിത്ന ഉണ്ടാക്കി അവരാണ് നിസ്കരിക്കുന്ന സ്വഹാബികൾ ഉള്ളപ്പോൾ. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോടൊപ്പം തുടരുക, ക്ഷമിച്ചു നിൽക്കുക എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. പല സ്വഹാബ വനിതകളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുക്കുവാൻ വേണ്ടി പോയി. അവർ തടഞ്ഞു, വെള്ളം കൊടുത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വേദനിക്കുന്ന മനസ്സോടുകൂടിയിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ബിഅ്റു റൂമ വാങ്ങിച്ചു തന്നവനാണ് ഞാൻ. എനിക്ക് നിങ്ങൾ വെള്ളം തടയുകയാണോ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വേദനയോടുകൂടി പറഞ്ഞു എന്നാണ്. അത്രയും ക്രൂരതയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, അനീതിയാണ് കാണിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ തടഞ്ഞിരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിച്ചു, എനിക്ക് സംസാരിക്കാൻ അനുമതി നൽകണം, എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംസാരിക്കാനുള്ള അനുമതി കൊടുത്തു.
അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയും ഹംദും സ്വലാത്തും ചൊല്ലി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇന്നി സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നകും തൽഖൗന ബഅദി ഫിത്നതൻ വഖ്തിലാഫ, എനിക്ക് ശേഷം നിങ്ങൾക്ക് ചില ഫിത്നകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഫമൻ ലനാ യാ റസൂലല്ലാഹ്, ആ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരാണുള്ളത്? ആരോടൊപ്പമാണ് ആ ഫിത്നയിൽ ഞങ്ങൾ നിലകൊള്ളേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും വലിയ ഫിത്നയായി ഉണ്ടാകുന്നത് ഈ ഫിത്നയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഫിത്നകൾ തുടങ്ങുകയാണ്. അപ്പൊ ഈ ഫിത്നകൾ വന്നാൽ ഞങ്ങൾക്ക് ആരാണുള്ളത്? ആരോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ അമീനി വ അസ്ഹാബിഹി, നിങ്ങൾ ഏറ്റവും വിശ്വസ്തനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പമുള്ള സ്വഹാബികളോടൊപ്പവുമാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു എന്നാണ്. ഈ വാക്ക് കേട്ടിട്ട് അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ വന്ന പല ആളുകളും പിന്തിരിഞ്ഞു പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായി മരണപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ സംഭവമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും റളിയല്ലാഹു അൻഹു ഉഹദിന്റെ മുകളിൽ കയറിയപ്പോൾ, ഉഹദ് ഒന്ന് വിറച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഉസ്ബുത് ഉഹദ്, ഉഹദേ ഉറച്ചു നിൽക്കുക, ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിൽ ഇപ്പോൾ ഉള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് ഷഹീദുമാരാണ്. ഒരു ഷഹീദ് ഉമർ ഇബ്നുൽ ഖത്താബ്, രണ്ടാമത്തെ ഷഹീദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പൊ ആദ്യമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അദ്ദേഹം നോമ്പുകാരനാണ്. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വാളുമായി ഒരാൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ബൈനി വബൈനക കിതാബുല്ലാഹ്, എനിക്കും നിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ കിതാബുണ്ട് വിധി കൽപ്പിക്കുവാൻ. എന്നോട് ചെയ്യുന്ന നീതികേടാണ്, അനീതിയാണ്, അക്രമമാണ്. എന്റെയും നിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ കിതാബുണ്ട്. അവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞുപോയി. മറ്റൊരാൾ വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞു വെട്ടുകയാണ് ഉണ്ടായത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് അത് തടഞ്ഞു. അദ്ദേഹത്തിന്റെ കൈ അവൻ വെട്ടിമാറ്റി. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അമാ വല്ലാഹി ഇന്നഹു ലഅവ്വലു കഫ്ഫിൻ ഖത്തത്തിൽ മുഫസ്സൽ, അല്ലാഹു തന്നെയാണ് സത്യം, നീ ഇപ്പോൾ വെട്ടിമാറ്റിയത് ആദ്യമായി അള്ളാഹുവിന്റെ കിതാബ് അത് രേഖപ്പെടുത്തിയ കൈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കുത്താബുൽ വഹിയിൽപ്പെട്ട, വഹി എഴുതി വെക്കുന്ന ആളുകളിൽപ്പെട്ടവരായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ കൈയാണ് നീ വെട്ടിമാറ്റിയത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റി. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ആ ഖുർആനിൽ അദ്ദേഹത്തിന്റെ രക്തം പുരണ്ടു എന്നാണ്. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, രാത്രിയിൽ ഖുർആൻ ഓതി, ഒരൊറ്റ റക്അത്തിൽ ഖുർആൻ മുഴുവൻ ഓതി നിസ്കരിക്കുന്ന ആളെയാണോ നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെയും അവർ വാളുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്രയും മൃഗീയമായി, ക്രൂരമായി കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ തല വെട്ടുകയും അദ്ദേഹം മരിച്ചു വീഴുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിന്റെ ആ രക്തം അത് കലർന്നത് ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിലാണ്. ഫസയക്ഫീകഹുമുല്ലാഹ്, അവരുടെ കാര്യത്തിൽ താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതി. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് എന്നാണ് ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ ആളുകളിൽ ഒരാളും തന്നെ ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ
പറഞ്ഞതായി കാണാൻ ഒരാളും തന്നെ നല്ല രീതിയിൽ മരണപ്പെട്ടിട്ടില്ല. എല്ലാവരുടെയും അന്ത്യം മോശമായ അന്ത്യമായിരുന്നു. അത്രയും മോശമായി കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോഴെല്ലാം അദ്ദേഹം ഉച്ചത്തിൽ കരയാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്രയും നീചമായ രീതിയിലാണ് അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വെള്ളിയാഴ്ച ദിവസം, ഹജ്ജ് അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ വർഷം 35 വർഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് ഏകദേശം 12 കൊല്ലമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് സഹോദരങ്ങളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ഇത് വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം, അദ്ദേഹത്തിൻ്റെ ചരിത്രം, അതിൻ്റെ നിജസ്ഥിതി ഇതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പ് ഇന്നും പല മുസ്ലിമീങ്ങളിൽ പല ആളുകളുടെയും മനസ്സിൽ കിടക്കുന്നതായി കാണാൻ സാധിക്കും. അത് ഇത്തരം ഷീഈ ചിന്താഗതികൾ അത് നമ്മുടെ നാടുകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ ദുസ്വാധീനമാണ്. സയ്യിദ് ഖുത്ബിനെ പോലെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ അത് വിവർത്തനം ചെയ്യപ്പെടുകയും ആളുകൾ അതിൽ നിന്നും ദുസ്വാധീനം ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾക്ക് വെറുപ്പാണ്. യഥാർത്ഥത്തിൽ അത് വലിയ അപകടകരമാണ്. അത് ഷീഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഷീഈകളായ ആളുകൾ പ്രചരിപ്പിച്ച കള്ളങ്ങളും നുണകളും മാത്രമാണ്. അതിൽ യാതൊരു സത്യവുമില്ല. ഷീഈകൾ പ്രചരിപ്പിക്കുന്ന അവരുടെ വലിയ ഇമാമായി അവർ പറയുന്ന മജ്ലിസി, അയാളുടെ കിതാബിൽ പറയാണ്, ഹഖ്ഖുൽ യഖീൻ എന്ന കിതാബിൽ അയാൾ പറയാണ്, കള്ളം പറയുകയാണ്, അന്ന കിബാറ സ്വഹാബത്തി ഇത്തഫഖു അലാ തഫ്സീഖിഹി വ തക്ഫീരിഹി. സ്വഹാബികളുടെ മേൽ പച്ചക്കള്ളം പറയാണ്. സ്വഹാബികളെല്ലാവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണ്, ഫാസിഖാണ് എന്ന വിഷയത്തിൽ അവർ ഇത്തിഫാഖിലായിട്ടുണ്ട്. വശഹിദു അലൈഹി ബിൽ കുഫ്ർ, അവരെല്ലാവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേരിൽ കള്ളം പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, ഞാൻ ഉസ്മാനിന്റെ കുഫ്റിൽ സംശയിക്കുന്നില്ല, പക്ഷെ എനിക്ക് സംശയമുള്ളത് ഒരു കാര്യത്തിലാണ്. ഉസ്മാനിനെ കൊന്നവൻ കാഫിറായിട്ടാണോ അതോ ഉസ്മാനിനെ കൊന്നവൻ ആ കൊന്നതിൻ്റെ പേരിൽ അവന് വല്ല ഈമാനിൽ വർധനവുണ്ടായിട്ടാണോ അവൻ മരിച്ചത് എന്ന വിഷയത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ പച്ചക്കള്ളം എഴുതി വെച്ചു. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആക്രമിക്കപ്പെട്ടുകൊണ്ടാണ്, അനീതി ചെയ്യപ്പെട്ടുകൊണ്ടാണ് മരിച്ചത് എന്ന്, വഫാത്തായത് എന്ന് ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ പശുവിനെ ആരാധിക്കുന്ന ആളുകളെക്കാൾ ഗുരുതരമായ തെറ്റ് സംഭവിച്ചവരാണ് എന്ന് പച്ച തോന്നിവാസം എഴുതി വെച്ചു. സയ്യിദ് ഖുത്ബ് അയാളുടെ അദാലത്തു അൽ ഇസ്ലാമിയ അഥവാ അൽ അദാലത്തുൽ ഇജ്തിമാഇയ, ഇസ്ലാമിക നീതി, ഇസ്ലാമിക സാമൂഹിക നീതി എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പല സംഘടനകളും പ്രസിദ്ധീകരിച്ച ആ കിതാബിലുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം അതൊരു ഇസ്ലാമിക ഭരണമായി അംഗീകരിക്കാൻ തന്നെ സാധിക്കുകയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണശേഷം പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വരുന്നത് വരെയുള്ള ഒരു വിടവാണ് യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. അത് ഇസ്ലാമിക ഭരണമായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഈ സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്നയാൾ അയാളുടെ കിതാബിൽ ചരിത്രം വിശദീകരിക്കുമ്പോൾ, ഖലീഫമാരെ ചരിത്രം വിശദീകരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം, അദ്ദേഹത്തിന്റെ ചരിത്രമാണ് പിന്നെ അവിടെ എടുത്തു കൊടുക്കുന്നത്. ഈ നിലയിൽ സ്വഹാബികളോടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി മുസ്ലിമീങ്ങളിൽ പല ആളുകൾക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വിദ്വേഷം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അത് വലിയ അപകടമാണ്.
അത് നമ്മളെ കുഫ്റിൽ എത്തിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കുന്ന കാര്യമാണ്. സ്വഹാബികളോട് ആരോടും നമുക്ക് ദേഷ്യവും വെറുപ്പും പാടില്ല. ഇവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് അനീതിയുടെയും അക്രമത്തിന്റെയും കളവിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ചരിത്രം, നിജസ്ഥിതി നമ്മൾ വിവരിച്ചതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നീതിമാനായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വഹാബിമാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുള്ള നീതിമാനായ ഖലീഫയായിരുന്നു. അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിലുള്ള നിജസ്ഥിതി ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളോടൊപ്പം നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം അത് കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ ഉള്ള ഹക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته.